ഹലോ, ലിസ്സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിസ്സി. നമ്മളിന്നിവിടെ ഒരു സ്കേർട്ടിൻ്റെ ബ്ലൗസാണ് തയ്ക്കാനായിട്ട് പോകുന്നത്. ഒരു 30 ഇഞ്ച് വണ്ണമുള്ള ഒരു കുട്ടിക്കാണ് തയ്ക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ വണ്ണം ഒരു 10 ഇഞ്ച് വണ്ണത്തിൽ 4 മടക്കിയിട്ടിരിക്കുക. ലൈനിങ് ആണ് ഇത് എടുത്തിരിക്കുന്നത്. ആദ്യം ലൈനിങ് 10 ഇഞ്ച് വണ്ണവും ഒരു ഇറക്കം 21 വേണ്ടിയത്. അപ്പോൾ 22 ഇഞ്ച് ഇറക്കവും മാർക്ക് ചെയ്യാം. ഇറക്കം 22, വണ്ണം ഒരു 10. ഇനി നമുക്ക് എൻ്റെ ഷോൾഡർ എടുക്കാം. ബോട്ട് നെക്കാണ്, അതുകൊണ്ട് നമ്മളിവിടെ 6.25 ഷോൾഡർ, അത് കുറച്ച് താഴെയും കൂടെ 6.25 അടയാളപ്പെടുത്താം. ഇനി കൈക്കുഴി 6.25. രണ്ട് സൈഡിലും എടുത്തിട്ട് ബോക്സ് പോലെ ആക്കാം. ഇനി ഒരു കർവായിട്ട് ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു 22. ഇത് രണ്ട് സൈഡിലും നമ്മൾ 22 അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യാം. ഇനി 22 അടയാളപ്പെടുത്തി രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കുക. എന്ന് വെച്ചാൽ ഒരു സൈഡ് കയറിയിരിക്കുന്ന ടൈപ്പാണ് നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി നമ്മൾ താഴെ മുകളിൽ നിന്ന് ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം. അത് ഷേപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കൈക്കുഴി അടയാളപ്പെടുത്തിയിടത്ത് നിന്ന് നമ്മൾ ആ ഷേപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ 1.5 അടയാളപ്പെടുത്തിയതിലേക്ക് കൊണ്ടുപോയി താഴെ നമ്മൾ മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയില്ലായിരുന്നു, അവിടേക്ക് കൊണ്ടുപോയി യോജിപ്പിക്കാം. ഇനി നമുക്കത് വെട്ടിയെടുക്കാം. നമ്മളിനി കൈയാണ് എടുക്കാൻ പോകുന്നത്. കൈക്ക് വേണ്ടിയിട്ട് നമ്മൾ 4 മടക്കിയിടുകയാണ്. 4 മടക്കിയിടുമ്പോൾ വണ്ണം വേണ്ടിയത് ഒരു 8 ഇഞ്ച് വണ്ണവും ഇറക്കം നമ്മൾ 10 ഇഞ്ചുമാണ് എടുക്കുന്നത്. 10 ഇഞ്ച് ഇറക്കം എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അടിയിലേക്ക് നമ്മൾ ബെൽ ഷേപ്പിഡ് വേറെ ഒരു ഇതും കൂടെ പിടിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ 10 ഇഞ്ച് രണ്ട് സൈഡിലും എടുക്കുക. അവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യാം. ആ 3.5 ഇഞ്ചിലേക്ക് മുകളിൽ നിന്ന് ഷേപ്പായിട്ട് വരയ്ക്കാം. അടിഭാഗത്ത് നമുക്ക് 6.5 ഇഞ്ച് വണ്ണത്തിൽ മാർക്ക് ചെയ്യാം. മുകളിലേക്ക് കൂട്ടി യോജിപ്പിച്ച് വരച്ചെടുക്കാം. ഇനി നമുക്ക് വെട്ടിയെടുക്കാം. സെൻറ്ററിൽ മാർക്ക് ചെയ്യാം. നല്ല പീസിലേക്ക് ലൈനിങ് വെച്ചിട്ട് വെട്ടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് നല്ല പീസും 4 മടക്കിയിട്ടേക്കാണ്. 4 മടക്കിയിട്ടിട്ട് ലൈനിങ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് അതുപോലെ തന്നെ വെട്ടിയെടുക്കാം. സെൻറ്ററിൽ മാർക്ക് കൊടുക്കുക. ലൈനിങ് ഓപ്പൺ ആക്കണം. ഇനി നമ്മൾ കൈയാണ് വെട്ടുന്നത്. കൈയും നമ്മൾ ലൈനിങ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് നല്ല പീസിലേക്ക് എടുത്തു വെക്കുക. അതുപോലെ തന്നെ വെട്ടിയെടുക്കുക. സെൻറ്റർ മാർക്ക് ചെയ്യുക. നമ്മളിത് ബെൽ ബോട്ടം കൈയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൈ വെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലേക്ക് ബെൽ ബോട്ടത്തിന് വേണ്ടിയിട്ട് ഒരു ഷേപ്പിൽ ഒരു 5 ഇഞ്ച് ഇറക്കത്തിൽ ഒരു പീസ് വെട്ടിയെടുക്കാൻ പോവുക. അതിന് വേണ്ടി നമ്മൾ തുണി ഇത് 4 മടക്കിയിട്ടിരിക്കുകയാണ്. 1, 2, 3, 4. എന്നിട്ട് അതിനെ നമ്മൾ ക്രോസായിട്ട് ഒന്നും കൂടെ മടക്കണം. എന്നിട്ട് മുകളിൽ നിന്ന് ഒരു 3 ഇഞ്ച് താഴോട്ട് ഇറക്കെടുക്കണം. ഇപ്പം നമുക്കിതിന് വേണ്ടിയത് 5 ഇഞ്ച് ഇറക്കമാണ് വേണ്ടിയത്. അപ്പം 3 ഇഞ്ച് അവിടെ വെട്ടിക്കളയാനാണ് സൈഡ് പിടിപ്പിക്കുന്നത്. അപ്പോൾ 5 ഉം 3 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. മുകളിൽ നിന്ന് 8 ഇഞ്ച് മാർക്ക് ചെയ്യുക.
ഇനി നമുക്ക് ആ 2 മാർക്കുകളും വെട്ടിയെടുക്കാം. കാരണം മുകളിൽ നിന്ന് ആ 3 ഇഞ്ച് വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. അടിയിലത്തേതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 3 ഇഞ്ച് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇറക്കം 5 ഇഞ്ചായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അത് നിവർത്താം. 2 പീസുണ്ട്. നമുക്ക് 2 കൈക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് 2 പീസ്. വെട്ടി കഴിഞ്ഞു. ഇനി തയ്ക്കാനായിട്ടാണ് പോകുന്നത്. ഇനി കഴുത്താണ് ആദ്യമായിട്ട് തയ്ക്കുന്നത്. കഴുത്തിന് നമ്മൾ ബോട്ട് നെക്കാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിന് ക്യാൻവാസ് വെച്ചിട്ടാണ് നമ്മൾ കഴുത്ത് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ കഴുത്ത് ഇത് 2ആയിട്ട് മടക്കിയിടുന്നതെന്ന് വെച്ചാൽ 2 ഭാഗത്തും ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ കഴുത്ത് വരുന്നതുകൊണ്ടാണ് ക്യാൻവാസ് അങ്ങനെ എടുക്കുന്നത്. 2ആയിട്ട് മടക്കി പുറത്തേക്കും ഒന്നും കൂടെ മടക്കുക, 4ആയിട്ട് മടക്കി കിട്ടും. ഇനി ഇതിൻ്റെ കഴുത്തിൻ്റെ വിരിവെന്ന് പറയുന്നത് 4 ഇഞ്ചും ഒരു 3 ഇഞ്ച് താഴ്ചയും. എന്നിട്ടൊരു ബോക്സ് പോലെ ആക്കാം. ഇനി അധികം കുഴിക്കാതെ ഒരു കർവ് ആകൃതിയിൽ വേണം നമ്മൾ അതിൻ്റെ ഷേപ്പ് വെട്ടാൻ വേണ്ടിയിട്ട്. ഇനി അതിന് പുറത്തേക്ക് ഒരു 3/4 ഇഞ്ച് ചുറ്റിനും അടയാളപ്പെടുത്തുക. ഇനി അത് വെട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ വെട്ട് മാറിപ്പോകാതിരിക്കാൻ, തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്ന് വെച്ച് നമ്മളത് കൂട്ടി ഒന്ന് പിൻ ചെയ്യാം. ഇനി നമുക്ക് ആ വരയിൽ കൂടെ വെട്ടിയെടുക്കാം. അതിൻ്റെ മുകൾ ഭാഗം പിടിയിക്കണം. നമുക്ക് 2 എണ്ണത്തിന് വേണ്ടിയിട്ടാണല്ലോ, അതുകൊണ്ട് മടക്കിയാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് അത് പിടിയിച്ചെടുക്കുക. ഇനി നമ്മൾ രണ്ടും ഒരു ലൈനിങ്ങിൻ്റെ തുണി എടുത്തിട്ട് അതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ക്യാൻവാസ് തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെട്ടിയെടുക്കണം. ഒരു 1/4 ഇഞ്ച് ഇട്ടിട്ട് ബാക്കി വെട്ടിക്കളയാം. ഇനി അതിൻ്റെ സൈഡ് ക്യാൻവാസിലേക്ക് വെച്ച് തയ്ച്ചെടുക്കണം. അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഫ്രണ്ട് പീസ്, നമ്മൾ ബോഡി വെട്ടി വെച്ചിരിക്കുന്നത് എടുത്തിട്ട് അതിലേക്ക് കഴുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ലൈനിങ് വെക്കുക, അതിൻ്റെ മുകളിലേക്ക് നല്ല പീസ് വെക്കുക. നല്ല പീസിൻ്റെ നല്ല വശം മുകളിലായിട്ട് വേണം വെക്കാനായിട്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പം വെട്ടി വെച്ചിരിക്കുന്ന ക്യാൻവാസ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും കൂടെ ഒപ്പം വെച്ച് ക്യാൻവാസിനുള്ളിൽ കൂടെ തയ്ച്ചു കൊടുക്കുക. ക്യാൻവാസ് കയറരുത്, ക്യാൻവാസിനോട് ചേർന്ന് അടിച്ചുവിടുക. കഴുത്ത് നമ്മൾ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്യാൻവാസിൻ്റെ ഉള്ളിലൂടെ ഒരു 1/4 ഇഞ്ച് തുമ്പിട്ടിട്ട് വെട്ടിയെടുക്കുക. ഉള്ളിലേക്ക് നന്നായിട്ട് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഓരോ വിട്ട് കൊടുക്കാം. മുകളിൽ കൂടെ അടിയിൽ മറിച്ചിട്ടിട്ട് വേണം അടിക്കാൻ. അതല്ലാതെ തുമ്പ് അതിൻ്റെ സൈഡിൽ കൂടെ വേണം അങ്ങനെ അടിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ കഴുത്ത് തയ്ച്ചു കഴിഞ്ഞു. എന്താ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തയ്ച്ചു. ഇനി നമുക്ക് ബാക്കിൽ ഒരു ഓപ്പൺ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് വേണ്ട, കുറച്ച് ഭാഗം മാത്രം നമ്മളവിടെ തുറപ്പിട്ടിട്ടുണ്ട്. ഇനി അതിലൊരു പടി വെച്ച് കൊടുക്കണം. ആ പടി ഒരു സൈഡ് ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് ഒരു മടക്ക് ആദ്യം മുകളിൽ നിന്ന് ഒരു മടക്ക് കൊടുത്തിട്ട് ഒന്നങ്ങ് അടിച്ചു കൊടുക്കുക. അങ്ങനെ മുകളിൽ വരെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മടക്കി അത് ഡബിൾ പടി വെക്കുന്ന മാതിരി, സിംഗിൾ പടി മാതിരിയല്ല, ഡബിൾ പടി മാതിരി പുറത്തേക്ക് വേണം പടി നിൽക്കാനായിട്ട്. എന്നിട്ട് ഉള്ളിൽ കൂടെ അടിച്ചു കൊടുക്കുക. നമ്മൾ ബാക്ക് പീസിൽ കൊടുത്തു പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പടിയാണ് നമ്മളിത് അടിച്ചിരിക്കുന്നത്. അത് അടിച്ചു കഴിയുമ്പം അതിൻ്റെ ഏറ്റവും അടിഭാഗം അവിടെ നമ്മൾ ചെറുതായിട്ടൊരു ക്രോസായിട്ട് അങ്ങോട്ട് ഒരടുപ്പും കൂടെ കൊടുക്കുക. അങ്ങനെ കൊടുക്കാമെങ്കിൽ എന്താ ചെയ്യുന്നത് ഉണ്ടോ, അങ്ങനെ മടക്കിയിട്ട് അവിടെ വരെ കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കാമെങ്കിൽ അതവിടെ നല്ലതായിട്ട് ഷേപ്പിൽ ഇങ്ങനെ മടങ്ങി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയുള്ളതിൽ ആ ഒരു പടി
ഒരു വശത്തെ പടി അടിയിലേക്ക് മടക്കി കൊടുക്കുക. ആ മടക്കി കൊടുക്കുന്നതിൽ കൊളുത്ത് പിടിപ്പിക്കുക. മറ്റേ അതിൽ അടിയിലത്തേൽ കുഴയും പിടിപ്പിക്കുക. അതവിടെ മടക്കുന്നിടത്ത് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടിയില്ല, പുറമേ അടുപ്പ് കാണിയല്ലേ, അടിക്കണമെന്നില്ല. നമ്മളവിടെ ആ കൊളുത്ത് പിടിപ്പിക്കുമ്പോൾ അതവിടെ ഒരു മടങ്ങിയിരുന്നുള്ളൂ. ഇനി ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഫ്രണ്ടും ബാക്കിയോടെ കൂട്ടി ഷോൾട്ട് കൂട്ടി പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ബാക്കി വശത്തിൻ്റെ നല്ല വശവും ഫ്രണ്ടിൻ്റെ നല്ല വശവും കൂടെ ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ ഷോൾഡർ രണ്ടും കൂടെ കൂട്ടിപ്പിടിപ്പിക്കുക. ഇനി നമുക്ക് കൈയും കൂടെ അടിച്ചു ചെയ്യാം. കൈ ചെയ്യുന്നതിന് ആദ്യം ലൈനിങ് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് നല്ല വശം മുകളിലാകത്തക്ക വിധത്തിൽ നമ്മൾ മുകളിലത്തെ ഭാഗം കൂടെ വെക്കുക. അടിയിൽ ലൈനിങ്, മുകളിൽ നല്ല തുണി. അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു ക്രോസായിട്ടൊരു പീസ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് പിടിപ്പിച്ച് അതിൻ്റെ അടിഭാഗത്തേക്ക് പിടിപ്പിച്ച് കൊടുക്കുക. ആ ക്രോസായി പിടിപ്പിക്കുന്നതിൻ്റെ അടിഭാഗം ഒന്നെങ്കിൽ ചെറുതായ വീതി കുറച്ച് അടിക്കുക, അതല്ലെങ്കിൽ ഓവർലോക്ക് ചെയ്യുക. അങ്ങനെ പിടിപ്പിക്കുക. രണ്ട് കൈയും അതുപോലെ തന്നെ ചെയ്യുക. ഷോൾഡർ കൂട്ടി പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടിയത് കൈയാണ്. കൈയുടെ അടിയിലേക്ക് നമ്മൾ വെട്ടി വെച്ചിരുന്ന ഫ്രില്ലും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കൈയുടെ കുറച്ച് ഭാഗം നമ്മൾ ഫ്രണ്ട് വെക്കുന്ന ഭാഗം മാത്രം കുറച്ചൊരു 1/2 ഇഞ്ച് കയറ്റി വെട്ടണം. ഫേസ് ടു ഫേസ് ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് പീസ് എടുത്ത് വെട്ടുന്നത്. കയ്യിലേക്ക് പിടിപ്പിക്കാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം വെട്ടിയ ഭാഗത്ത് നമ്മളൊരു മാർക്ക് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് പിന്നീട് അത് എടുത്ത് വെക്കുമ്പോൾ ആ മാർക്ക് കാണുന്ന ഭാഗം ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ചാൽ മതി. ഇനി കൈ ബോഡിയുടെ ഷോൾഡറിൻ്റെ സെൻറ്ററും കൈയുടെ സെൻറ്ററും കൂടെ ഒരുമിച്ച് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അടിച്ചു കൊടുക്കണം. ഇപ്പം അങ്ങനെ വെക്കുമ്പോൾ നോക്കുക, അതിൻ്റെ ബോഡിയുടെ ഫ്രണ്ട് വശത്തേക്ക് ഇതിൻ്റെയും കൈയുടെയും ഫ്രണ്ട് വശം വരുന്ന ഏത് കൈയാണോ ആ കൈ വേണം എടുത്തു വെക്കാനായിട്ട്. മാർക്ക് ചെയ്ത വശം ഫ്രണ്ടാണ്, അവിടേക്ക് വേണം അങ്ങനെ വെക്കാൻ. അങ്ങനെ വെച്ച് സെൻറ്റർ രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് അടിച്ചിട്ട് രണ്ട് സൈഡിലേക്കും അടിച്ചു പോവുക. അതുപോലെ തന്നെ രണ്ട് കൈയും അതുപോലെ തന്നെ ചെയ്യാം. കൈ നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടിയത് വണ്ണം അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. വണ്ണം നമുക്കിവിടെ ഒരു 30 ഇഞ്ച് വണ്ണമാണ് വേണ്ടിയത് ഉള്ളത്. ബോഡിയിൽ നിന്ന് എടുക്കുന്ന വണ്ണമാണ് 30 ഇഞ്ച് വണ്ണം. അതിൻ്റെ കൂടെ നമ്മൾ സാധാരണയൊക്കെ 3 ഇഞ്ചാണ് കൂട്ടുന്നത്, 33 എടുക്കണം. ഇവിടെ 4 കൂട്ടുകയാണ്, കാരണം ചെറിയ പിള്ളേരായതുകൊണ്ട് കുറച്ച് ലൂസ് കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം 30ൻ്റെ കൂടെ 4 കൂട്ടും 34. 34ൻ്റെ പകുതി 17, മുകളിൽ 17 അടയാളപ്പെടുത്തുക. ഇടവണ്ണം നമുക്ക് വേണ്ടിയത് ഒരു 14.5 മതി. ഒരു 2.5 ഇഞ്ച് കുറച്ചിട്ട് 17ൽ നിന്ന് 2.5 കുറയ്ക്കുമ്പോൾ ഒരു 14.5. പിന്നെ അടിഭാഗത്തും നമുക്ക് ഒരു 17.5 വരെ കൊടുക്കാം. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്തിരിക്കുന്നത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് അതിലൂടെ അടിച്ചു വിടുക. കൈയുടെ അടിയിൽ വണ്ണം ഒരു 5 ഇഞ്ച് കൊടുക്കാം. അവിടെ നിന്ന് മുകളിലേക്ക് അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ രണ്ട് സൈഡും അടിച്ചു കൊടുക്കുക. പിന്നെ നമുക്കുള്ള പണി അടി അടിക്കുക എന്നുള്ളത്. അടിയും കൂടെ നമുക്ക് ഇപ്പം തന്നെ അടിച്ചു പോകാം. അത് ലൈനിങ്ങും നല്ല പീസും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് പിന്നെ ആദ്യം ഒന്ന് ചെറുതായിട്ട് അടിക്കുക, പിന്നെ രണ്ടാമത് ഒന്നും കൂടെ അടിക്കുക. രണ്ട് സൈഡും നമ്മൾ കൂട്ടിപ്പിടിപ്പിച്ചു. അടിയും അടിച്ചു. ആദ്യം ഒന്നും അടിച്ചു, പിന്നെ രണ്ടാമത് ഒന്നും കൂടെ അടിച്ചു. അങ്ങനെ അടിയും അടിച്ചു കഴിഞ്ഞു. അങ്ങനെ ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞു. സാധാരണ മിഡിക്ക് അങ്ങനെയൊക്കെ ഉള്ളതിനിടാൻ പറ്റുന്ന ചെറിയ ഒരു സാധാ ബ്ലൗസാണിത്. എല്ലാവർക്കും പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.